മാഷെ രണ്ട് കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അതായത് ഒന്ന്, അസറുദ്ദീൻ ഓവൈസി അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന പോലെ നടത്തിയത്, ഞാൻ എന്തിനാണ് ഇറാനെ പിന്താങ്ങുന്നത്, ഇറാൻ എൻ്റെ അച്ഛൻ്റെ നാടല്ല, അല്ലെങ്കിൽ എൻ്റെ ബാപ്പയുടെ നാടല്ല, എൻ്റെ നാടെന്ന് പറയുന്നത് ഇന്ത്യയാണ്, ഞാൻ ഇന്ത്യയുടെ കാര്യം അന്വേഷിച്ചാൽ പോരെ, ഇന്ത്യക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ പോരെ, ഞാൻ ഇറാനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന്. അതായത് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് യുദ്ധം നടക്കുമ്പോൾ ഇറാനെ പോഴ്ത്താനും ഇറാന് വേണ്ടി സംസാരിക്കാനും ഒക്കെ ഒരു വിഭാഗം നിൽക്കുന്നു. രണ്ട്, ഈ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ പല കാര്യങ്ങളിലും നിലപാടുകളില്ലാത്ത, എന്ത് പറയുന്നു എന്നറിയാത്ത, ഇന്ത്യയിലെ ആനുകൂല്യങ്ങളെല്ലാം പറ്റിക്കൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ ചെന്ന് ഇന്ത്യയെ കുറ്റം പറയുന്ന, ഇന്ത്യക്കകത്തിരുന്നു കൊണ്ട് ഇന്ത്യയെ കുറ്റം പറയുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. ഭാവി പ്രധാനമന്ത്രിയാണത് കുറേ കാലങ്ങളായി കോൺഗ്രസ് ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാൽ ഇന്ത്യയിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? രണ്ടും ചർച്ച ചെയ്യേണ്ടതാണ്. ഇതിൽ ആദ്യത്തേത് ഞാൻ അതാണല്ലോ ആദ്യം പറയാം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിൽ ഈ ഇസ്ലാമിക വികാരം വെച്ചുകൊണ്ട് സംസാരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സംഘടനകൾക്കും നേതാക്കൾക്കും ഒവൈസി പറഞ്ഞതൊരു പാഠമാണ്. അത് പ്രാഥമികമായ പാഠമായിട്ടിരിക്കേണ്ട കാര്യമാണ്. ഇത് പലപ്പോഴും ഇദ്ദേഹം തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒവൈസി തന്നെ. പക്ഷേ ഈ സമയത്ത് അദ്ദേഹം കാണിച്ച ആ ഒരു ബോധമുണ്ടല്ലോ, ദേശീയ ബോധം, അത് വളരെ കൃത്യമാണ്. ഇതെല്ലാ സംഘടനകൾക്കും എപ്പോഴും, ഞാനത് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നതാണ്, ഞാൻ ഓർക്കുന്നതുമാണ്, ഓർക്കേണ്ടതുമാണ്. അതെന്താണ്? ഇന്ത്യ ഇപ്പോൾ ഇറാനിൽ എന്ത് നടക്കുന്നു? ഇറാനെ ആരെങ്കിലും ഒന്ന് ആക്രമിച്ചു, ഇറാനെ ആരെങ്കിലും ആക്രമിച്ചാൽ അതിൽ നടക്കുന്ന അതിക്രമത്തെക്കുറിച്ച് വേണമെങ്കിൽ ഒരു കമൻ്റൊക്കെ പാസ്സാക്കാം. ഇറാനെ ഇറാഖ് ആക്രമിച്ചു, ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചു, അതിൻ്റെ ശരി തെറ്റൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇതിലേതെങ്കിലും ഒരു പക്ഷത്ത് ചേർന്നുകൊണ്ട് ഇവിടെ പ്രകടനം നടത്തിയിട്ട് വോട്ട് പിടിച്ച് കളയാമെന്ന് വിചാരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള നല്ല പാഠമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാനിവിടെ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മുസ്ലിം പേരുള്ള സംഘടനകളല്ല ഇവിടെ ഇറാൻ അനുകൂലമായിട്ട് പ്രകടനം നടത്തിയത്. ഈ ജാതിക്കും മതത്തിനും അതീതമായി സെക്കുലറാണ്, മതേതരമാണെന്ന് വിചാരിക്കുന്ന, അങ്ങനെ നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷമാണ് ഇറാൻ അനുകൂലമായിട്ട് പരസ്യമായി പ്രകടനം നടത്തി. വേറെ എന്ത് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, യുദ്ധവിരുദ്ധ റാലി തിരുവനന്തപുരത്ത്. പിണറായി വിജയൻ എന്താ പറഞ്ഞത്? പിണറായി വിജയന്റെ പ്രസംഗം മുഴുവനും ട്രംപിനെതിരാ. ഓക്കെ, സമ്മതിച്ചു, ട്രംപിനെ വിമർശിച്ചോട്ടെ. എന്നാൽ ആ കൂട്ടത്തിൽ ഈ യുദ്ധത്തിൽ ഇസ്രായേലുണ്ട്, ഇസ്രായേൽ ട്രംപ് പോയി, ഇതാണ് പരാതി. അപ്പോൾ ഈ അമേരിക്കയും ഇസ്രായേലും ചേർന്ന ഒരു അച്ചുതണ്ടിനെ വിമർശിക്കുമ്പോൾ, മൂന്ന് കക്ഷികൾ ചേർന്ന ഒരു യുദ്ധത്തിൽ ഇദ്ദേഹം എവിടെയാണ്? ആരുടെ ഭാഗത്താണ്? മോദി പോയി എന്നുള്ളതല്ലേ? അല്ല, മോദി ഇസ്രായേലിൽ പോയി യുദ്ധത്തിന്റെ തൊട്ട് മുമ്പാണ്. ഇപ്പോൾ പിണറായി പറഞ്ഞിട്ടാ തോന്നുന്നു, അദ്ദേഹത്തിന് എന്തോ കൃത്യ വിവരം കിട്ടിയതാ. മോദി അവിടെ പോയി പറഞ്ഞിട്ടാണ് ഇസ്രായേൽ പോയി ഇറാനിലെ ഖാംനെയെ കൊന്നത് എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. പക്ഷേ ചോദ്യം എന്താണ്? ചോദ്യം, മൂന്ന് കക്ഷികൾ ചേർന്ന് നടക്കുന്ന പ്രകടമായൊരു യുദ്ധം, ആ യുദ്ധത്തിൽ രണ്ട് കക്ഷികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം ആരുടെ പക്ഷത്താ? മൂന്നാം കക്ഷിയുടെ കൂടെ അല്ലേ? ഇറാന്റെ കൂടെ നിൽക്കുക. ഇറാന്റെ കൂടെ നിന്നാലുള്ള അപകടം ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ഇറാന്റെ കൂടെ നിന്നാൽ ഇറാൻ എന്തോ ഇസ്ലാമിന്റെ തറവാടാണെന്ന് ഇദ്ദേഹം ധരിച്ചു വെച്ചതിന്റെ കുഴപ്പമാണ്. ഞങ്ങളുടെ ബാപ്പാന്റെ നാടല്ല എന്നല്ലേ ഇപ്പോൾ ഒവൈസി പറഞ്ഞത്. അത് കൃത്യമാണ്. അത് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് പിണറായിക്കാണ്. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ വോട്ട് നേടിക്കളയാം എന്ന് വിചാരിച്ചിട്ട്, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുപ്പിയിലാക്കി കളയാം എന്ന് വിചാരിച്ചിട്ട് ഇറാന്റെ കൂടെ നിൽക്കണ്ട. ഇറാൻ ഞങ്ങൾക്ക് ആരുമല്ല. ഇനി പല കാരണങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, ഇറാൻ ഇസ്ലാമിക രാഷ്ട്രം എന്ന് ലോകത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിം രാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം ഇസ്ലാമിലെ ഭൂരിപക്ഷം വരുന്ന സുന്നി വിഭാഗത്തിനെതിരായി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അവരിൽ നിന്ന് വേറിട്ട് സഞ്ചരിക്കുന്ന, വേറിട്ടൊരു വിശ്വാസവും വേറിട്ട ആചാരങ്ങളുമായിട്ട് പോകുന്ന ഷിയ വിഭാഗത്തിന്റെ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഈ 51 മുസ്ലിം രാഷ്ട്രങ്ങളിൽ ആരും അംഗീകരിക്കുന്നില്ല. ഇറാൻ ഒഴികെ ഒരു രാജ്യവും ഇറാനെ ഞങ്ങളൊരു മാതൃകാ രാജ്യമായിട്ടോ ഇസ്ലാമിൻ്റെ രാജ്യമായിട്ടോ അംഗീകരിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ട് അത് മുസ്ലിങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്നതിൽ അർത്ഥമില്ല. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇറാന്റെ കൂടെ നിൽക്കുമ്പോൾ ഈ ഇറാനാണ് ഈ അറബ് രാജ്യങ്ങളെ മുഴുവൻ ആക്രമിക്കുന്നത്. അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസിനെയാണ് എന്ന പേര് പറഞ്ഞാലും ആക്രമിക്കുന്ന ആരെയാണ്? അമേരിക്കക്ക് ആതിഥ്യം കൊടുത്തു എന്നുള്ളത് സൗദി അറേബ്യയോ കുവൈറ്റോ UAEയോ ഖത്തറോ ആരെങ്കിലും ചെയ്ത കുറ്റമാണോ? അത് അന്താരാഷ്ട്ര ധാരണയാണ്. ഞങ്ങൾക്കൊരു മിലിറ്ററി ബേസ് വേണം, അത് ആവശ്യപ്പെട്ടാൽ കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു രാജ്യം അതിഥികളായിട്ട് കൊടുത്ത, അമേരിക്കക്ക് കൊടുത്ത കോമ്പൗണ്ടിൽ പോയി മിസൈൽ ഇടുക, ബോംബ് ഇടുക എന്ന് പറഞ്ഞാൽ അർത്ഥം ആ രാജ്യത്തിന് നേരെയല്ലേ? അപ്പൊ ഇറാനെ ആക്രമിക്കുക അല്ലെങ്കിൽ ഇറാന്റെ പക്ഷത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഈ അറബ് രാജ്യങ്ങളെ മുഴുവൻ ആക്രമിച്ച ഇറാന്റെ കൂടെ നിൽക്കുക. ഇതാരെയാ ബാധിക്കുക?
1 കോടി മനുഷ്യരുണ്ട് ഇന്ത്യക്കാർ ഈ പുറത്ത്. അറബ് രാജ്യങ്ങളിൽ 1 കോടി ഇന്ത്യക്കാരുണ്ട്. ധന്യ ആലോചിച്ച് നോക്കൂ. ഈ 1 കോടി ഇന്ത്യക്കാരെ ബാധിക്കുന്ന ഇഷ്യൂവിലാണ് ഇവർ പോയി തലയിടുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒവൈസി ഇസ്ലാമിന് വേണ്ടി ആവശ്യം ഉള്ള നേരത്തോ അല്ലാത്ത നേരത്തോ ഒക്കെ വികാരം കൊള്ളുന്നൊരു ജീവിയാണ്. അല്ലെങ്കിൽ ഹൈദരാബാദിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഭരണം, നൈസാമിൻ്റെ ഭരണം കഴിഞ്ഞിട്ടും ആലോചിച്ച് നോക്കൂ. നൈസാമിൻ്റെ ചരിത്രം അറിയാലോ. ഈ ഒവൈസിയുടെ ചരിത്രം എന്താ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയുടെ ഉള്ളിൽ ഒരു പാകിസ്ഥാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചോരാ ഹൈദരാബാദിലെ നൈസാം. ബ്രിട്ടീഷുകാർ ഒരു പണി വെച്ചു കൊടുത്തു. ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, ഇന്ത്യയിലെ അന്ന് 555 മറ്റോ നാട്ടുരാജ്യങ്ങളുണ്ട്. ഈ നാട്ടുരാജ്യങ്ങളോടൊക്കെ പറഞ്ഞു, ഇന്ത്യയും പാകിസ്ഥാനും ഇനി മുതൽ 2ആയി. അത് തീരുമാനമായി. ഇനി നിങ്ങളിൽ ഏത് നാട്ടുരാജ്യത്തിനും ആരുടെ കൂടെയും ചേരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പാകിസ്ഥാൻ്റെ കൂടെയും ചേരാം, ഇന്ത്യയുടെ കൂടെയും ചേരാം. അത് അവസരമാക്കിയിട്ടാണ് ഈ ഹൈദരാബാദിൽ നൈസാം ഇന്ത്യയുടെ നടുവിലേ ഞങ്ങൾ പാകിസ്ഥാൻ്റെ കൂടെയാണെന്ന് പ്രഖ്യാപിച്ചത്. അന്ന് സർദാർ പട്ടേലും ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് പൂതി മനസ്സിൽ വെച്ചാൽ മതി, ഇത് ഇന്ത്യയുടെ ഉള്ളിൽ വേറൊരു ശത്രുരാജ്യം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കയറി ആക്രമിച്ചാണല്ലോ കീഴടക്കിയത്. അപ്പോൾ ആ വികാരം ഇപ്പോഴും ഉണ്ട്. ഹൈദരാബാദിൽ ജീവിക്കുന്ന ഒവൈസിയുടെ പാർട്ടി ഇപ്പോഴും നിലകൊള്ളുന്നത് ആ വികാരത്തിൻ്റെ പുറത്താണ്, ഇന്ത്യ വിരുദ്ധ വികാരത്തിൻ്റെ പുറത്താണ്. പക്ഷേ ഒവൈസിയെ സൗകര്യപൂർവ്വം മാറി മാറി വന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് ശരിയാണ്. ചില തെരഞ്ഞെടുപ്പുകളിലൊക്കെ എല്ലാവർക്കും ഗുണം ചെയ്തിട്ടുണ്ട്, ഒവൈസിയും ഒവൈസിയുടെ പാർട്ടിയും ഒക്കെ. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം, ഇപ്പോൾ കൃത്യമായ നിലപാടാണ് എടുത്തത്. ഓപ്പറേഷൻ സിന്ദൂറിലും ഇതുപോലെ തന്നെയാണ്, രാജ്യത്തിന് അനുകൂലമായ നിലപാടെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിൽ നിലപാടെടുക്കാൻ വേറെ ചില കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു സമീപകാലത്ത് ഒവൈസി കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ ഈ അതിശക്തമായ കോൺഗ്രസ് വിരുദ്ധ വികാരം എടുക്കുന്നത്. കോൺഗ്രസ് വിരുദ്ധ നിലപാടെടുത്താലുള്ള ഗുണം എന്താണെന്നറിയോ? BJP നാട് ഭരിക്കുമ്പോൾ BJPക്കെതിരായി ചിന്തിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതാണല്ലോ വെപ്പ്. അത് തകർത്തു അദ്ദേഹം. ധാരാളം സീറ്റുകളിൽ ഇദ്ദേഹത്തിൻ്റെ പാർട്ടി, ഈ ഇത്തിഹാദ് ശുബ് എന്ന ഇതിൻ്റെ പേരാണ് മജ്ലിസ്, ആ പാർട്ടി മത്സരിച്ചു. ഒവൈസിയുടെ പാർട്ടി ബീഹാറിൽ ഉൾപ്പെടെ പലയിടത്തും ഒറ്റയ്ക്ക് മത്സരിച്ചു. ബംഗാൾ തെരഞ്ഞെടുപ്പിലും സാധാരണ മത്സരിക്കാറുണ്ട്. മത്സരിച്ചാലുള്ള ഗുണം എന്താണെന്നറിയോ? അവിടുത്തെ മുസ്ലിം വോട്ടിൽ നല്ലൊരു ശതമാനം ഇദ്ദേഹം പിടിച്ചോളും. കോൺഗ്രസിൻ്റെ ആഫീസ് പൂട്ടുകയും ആ സീറ്റുകളിലൊക്കെ പലപ്പോഴും BJP ജയിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ ഒരു ടാക്ടിക്സ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഗുണം അതുകൊണ്ടുകൂടിയാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പലയിടത്തും വന്നൊരു ആരോപണം അദ്ദേഹത്തിന് ഇലക്ഷൻ ഫണ്ട് BJP തന്നെ കൊടുക്കുന്നുണ്ട് എന്നുമാണ്. അത് സാധ്യതയൊക്കെ ഉണ്ട്, ഇലക്ഷൻ ഫണ്ട് കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് ഈസ് പോളിട്രിക്സ് എന്നാണ്, തന്ത്രങ്ങളുടെ ഒരു സമുച്ചയമാണ് ഇലക്ഷൻ. അങ്ങനെ വരുമ്പോൾ BJPക്ക് ഒരു സീറ്റ് ജയിക്കാൻ അവിടെ ഒവൈസിയുടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കണമെങ്കിൽ മത്സരിപ്പിക്കും. അപ്പോൾ അത് ആർക്ക് വേണ്ടിയാണ്? BJPക്ക് വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇലക്ഷൻ ഫണ്ട് BJP കൊടുക്കുകയും ചെയ്യും, അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അത് അങ്ങനെ ചില പൊളിറ്റിക്സ് കൂടി ഉണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ സഹായിച്ചതിൻ്റെ ഒരു കാര്യം കൂടി അതാണ്. പക്ഷേ ഇപ്പോൾ ഏത് ഒവൈസി ആയാലും പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളോടാണ് പറഞ്ഞത്, ഇറാൻ നിങ്ങളുടെ തറവാടല്ല, നമ്മുടെ ബാപ്പാൻ്റെ ഉപ്പപ്പാൻ്റെയും നാടല്ല, ഇന്ത്യയാണ് നിങ്ങളുടെ നാട്. ഇന്ത്യക്കാരാണ് ദോഷം ചെയ്യുന്നത് നോക്കുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് എല്ലാവർക്കും ഒരു പാഠമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ? രാഹുൽ ഗാന്ധിയുടെ കാര്യം. രാഹുൽ ഗാന്ധി വന്നിട്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി എനിക്ക് തോന്നുന്നു ഇവിടെ കേരളം എഴുതി കൊടുത്തായിരിക്കും അത്, അല്ലേ? ഇവിടെ ഈ പൊതുവേ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ നിനക്കറിയാലോ, ആളുകളെ മോഹിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ. കേരളത്തിലാണെങ്കിൽ ഇനി എന്താ മോഹിപ്പിക്കാനുള്ളത്? മിക്കവാറും ഇതൊന്നും നമ്മുടെ മോഹങ്ങളിലല്ല. തമിഴ്നാട്ടിലാണെങ്കിൽ എല്ലാ വീട്ടിലേക്കും ഒരു സാരി തരാം എന്ന് പറഞ്ഞാൽ, TV തരാന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഇവിടെ നമ്മുടെ വീട്ടമ്മമാരിട്ട് ആട്ടും, കൊണ്ട് പോടാ തൻ്റെ സാരി, നിനക്ക് എത്ര സാരി വേണം, ഞാൻ അങ്ങോട്ട് തരാമെന്ന് പറയും. ഇവിടുത്തെ മിഡിൽ ക്ലാസ് മിക്കവാറും അങ്ങനെയാണല്ലോ. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഒരു കാര്യമില്ലാതെ, ഇതുവരെ ആരും ആവശ്യപ്പെട്ടില്ലാത്തൊരു കാര്യമാണ് സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യം കൊടുക്കാം, സൗജന്യ യാത്ര. ആരെങ്കിലും ആവശ്യപ്പെട്ടോ? സൗജന്യ യാത്ര ആവശ്യമുണ്ടെങ്കിൽ ദുർബല വിഭാഗങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ബ്ലൂ റേഷൻ കാർഡില്ലേ, ഈ അതീവ ദുർബല വിഭാഗത്തിന് റേഷൻ കാർഡ് കൊടുക്കുന്നത് പോലെ ബസ്സിലൊരു കാർഡൊക്കെ കൊടുക്കാം. അത് ആണിനും പെണ്ണിനും വേണ്ടേ? സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഇവിടെ എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത്? ഇത് ഈ ഒരു പൈങ്കിളി മാതൃക ഇത് തുടങ്ങി വെച്ചത് കെജ്രിവാളാണ്, ഡൽഹിയിൽ നിന്ന്. ഇപ്പൊ തമിഴ്നാട്ടിൽ അങ്ങനെ ചില ഓഫർ ഉണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലും അങ്ങനെ ചില ഓഫറുകൾ ആലോചിക്കുന്നു എന്നോ നടപ്പായോ. അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ സബ്സിഡി കൊടുക്കുക. ഇപ്പോൾ ബസ്സുകൾക്ക്, ഉദാഹരണത്തിന് KSRTC ബസ്സിന്, KSRTCക്ക് സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കാൻ വേണ്ടി ഒരു എമൗണ്ട് ഇത്ര കോടി കണക്കാക്കിയിട്ട് ഇവർക്ക് സബ്സിഡി ആയിട്ട് KSRTC കൊടുക്കുക.
നമ്മളെ KSRTC അതും കൂടി കട്ടുമുറിക്കുന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഒന്നും കാര്യമാക്കണ്ട. പിന്നെ പക്ഷേ ഈ ദീർഘവീക്ഷണമില്ലാത്ത ഒരു നേതാവ് പ്രധാനമന്ത്രിയായാൽ ഇപ്പൊ എല്ലാവരും കുറെയൊക്കെ അഡ്ജസ്റ്റ്മെന്റിലാണ് ഭരിക്കുന്നത്, അപ്പൊ ആര് ഭരിച്ചാലും എങ്കിൽ പോലും ഒരു ദീർഘവീക്ഷണം ഒട്ടുമില്ലാത്ത ഒരു നേതാവ് പ്രധാനമന്ത്രിയായാൽ ഇപ്പോ AI കുറിച്ച് ചോദിക്കുമ്പോൾ ഇന്ത്യ വളരെ പരാജയമാണ്, അമേരിക്കയും ചൈനയുമാണ് നല്ലത്, അല്ലെങ്കിൽ റഷ്യയാണ് നല്ലത്, മറ്റേത് രാജ്യം നല്ലതെന്ന് പറഞ്ഞാൽ ഈവൻ യുഗാണ്ട പോലും നല്ലതാണെന്ന് പറയുമ്പോഴും ഇന്ത്യയിൽ ജീവിച്ചിട്ട് ഇന്ത്യയുടെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് പറയും ഇന്ത്യ വളരെ മോശമാണ്, അത് BJP സർക്കാർ ഭരിക്കുന്നു എന്ന് അതുകൊണ്ടാണ് ഇന്ത്യ മോശം എന്നാണ് അവർ പറയുന്നത്, ന്യായീകരണം പറയുന്നത്. പക്ഷെ എങ്കിലും നമ്മൾ ജീവിക്കുന്നത് ഇപ്പൊ ഇറ്റലിയിലാണ് അദ്ദേഹം ജനിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അംഗത്വം അങ്ങനത്തെ ജനിച്ചതൊക്കെ ഇന്ത്യയിലായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വേര് കിടക്കുന്നത് ഇറ്റലിയിലാണെങ്കിൽ ജീവിക്കുന്നത് ഇന്ത്യയിലല്ലേ. അപ്പൊ ഇങ്ങനെ ഇന്ത്യയെ നിരന്തരം നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്നാൽ ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്താകും? എന്തിനാണ് തന്നെയൊക്കെ അങ്ങനെ ബേജാറ്? നീ അടുത്തൊരു 25 കൊല്ലത്തേക്ക് അങ്ങനെ ഭയപ്പെടുന്നുണ്ടോ? അങ്ങനെ പേടിക്കണ്ട. കാരണം ഇന്നത്തെ അവസ്ഥയിൽ കോൺഗ്രസിന് ഇന്ത്യ ഭരിക്കാനുള്ള യാതൊരു സാധ്യതയും ഒട്ടുമിക്ക ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെ പൊളിറ്റിക്സ് എടുത്തോളൂ സാധ്യത വളരെ കുറവാണ്. അതിനെക്കുറിച്ച് പേടിക്കണ്ട. രണ്ടാമത്തെ കാര്യം, ജനാധിപത്യത്തെ ഇദ്ദേഹം നവീകരിച്ചിട്ടില്ല. ഇദ്ദേഹം ഇപ്പോഴും വിചാരിക്കുന്നത് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ പണി എന്താ? ഭരണകക്ഷിയെ ചീത്ത വിളിക്കുക എന്നുള്ള. എന്ത് ചെയ്താലും ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ ആയിരുന്നില്ല ജനാധിപത്യം, അങ്ങനെ ആയിരുന്നില്ല, അങ്ങനെ ആവാനും പാടില്ല. ജനാധിപത്യത്തെ ക്രിയേറ്റീവാണ്, കൺസ്ട്രക്റ്റീവ് ഒപ്പോസിഷൻ എന്നാ പറയുക. ക്രിയാത്മക പ്രതിപക്ഷം. ക്രിയാത്മക പ്രതിപക്ഷത്തിൻ്റെ പണി എന്താ? നല്ലതിന് നല്ലതാണെന്ന് പറയുക, നല്ലത് നല്ലതാണെന്ന് പറയുക, കൈയടിക്കുക. ഇപ്പം ഞാനിപ്പോൾ രാഹുൽ ഗാന്ധിയോട് പല കാര്യങ്ങളിലും യോജിപ്പൊക്കെയുള്ള കൂട്ടത്തിലാണല്ലോ നമ്മളൊക്കെ. ഞാൻ ഇദ്ദേഹത്തോട് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇത്രയും കാലം നാട് ഭരിച്ചിട്ട് 77 കൊല്ലമായല്ലോ സ്വാതന്ത്ര്യം കിട്ടിയിട്ട്, ഇന്ന് വരെ വനിതാ സംവരണം എന്നൊരു നിയമം പാസ്സാക്കാൻ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ കഴിഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു ബില്ല് പാർലമെൻറ്റിൽ വരുന്നുണ്ടോ? അപ്പോഴൊക്കെ അവരൊക്കെ മൂത്രമൊഴിക്കാൻ പോകും. എന്താ കാരണം? ഈ പുരുഷന്മാരുടെ കാൽക്കീഴിൽ നിന്ന് അധികാരം നാട് ഭരിക്കുന്ന നാട്ടിലെ മഹാഭൂരിപക്ഷം വോട്ടർമാരായ സ്ത്രീകൾക്ക് കൊടുക്കാൻ ഇവർക്ക് ഇഷ്ടമല്ല. എന്നാൽ നരേന്ദ്രമോദിക്ക് 2029 തിരഞ്ഞെടുപ്പെങ്കിലും അത് നടപ്പാക്കാവുന്ന വിധത്തിൽ പാസ്സാക്കി വെച്ചല്ലോ ആ നിയമം. അതിന് പ്ലസ് പോയിന്റ് കൊടുത്തു ആരെങ്കിലും എന്നെങ്കിലും രാഹുൽ ഗാന്ധി വെൽ ഡൺ എന്ന് പറഞ്ഞിട്ട് അത് നന്നായി എന്ന് പറയണ്ടേ? അതെങ്കിലും നന്നായി എന്ന് പറയണ്ടേ? ചെയ്യേണ്ടതല്ലേ? ആലോചിച്ച് നോക്കൂ. ഇവിടെ ഷാബാനു ബീഗം കേസ് വന്നത് എന്തിനാ? ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഭരിക്കുമ്പോൾ, രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ ഭരിക്കുമ്പോൾ ഷാബാനു ബീഗം കേസ് വന്നത് എന്തിനാ? ഇവിടെ പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളെ തോന്നിയ പോലെ മൊഴിയൊല്ലി വിട്ടിട്ട് അവർ വഴിയാധാരാകുമ്പോൾ അവരുടെ കണ്ണീരാണല്ലോ ഷാബാനു ബീഗം കേസ്. അതിന് പരിഹാരമായിട്ട് ഇവിടെ മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നു, മോദി കൊണ്ടുവന്നല്ലോ. നന്നായി എന്ന് പറയണ്ടേ? വേണ്ടതല്ലേ? ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇവിടുത്തെ സ്റ്റാർട്ടപ്പുകൾ, ഇവിടെ ശാസ്ത്രീയമായ നേട്ടങ്ങൾ, ടെക്നോളജിയിലെ നേട്ടങ്ങൾ, ബഹിരാകാശ ഗവേഷണത്തിൽ വന്ന എന്തെല്ലാം പുരോഗതിയാണ് വന്നത്. അപ്പോൾ അത് കാണേണ്ടതല്ലേ? എന്നിട്ട് പറയണം. നല്ലത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് വേണം പറയാൻ. എന്ത് ഇന്ന കുറവുകളുണ്ട്. പക്ഷെ ഇപ്പോൾ കുറവുകൾ ഞാൻ കണ്ട ഒരു കൗതുകം എന്താ വെച്ചാൽ ഇന്ത്യയുടെ കുറവുകളും പറയുന്ന നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹം തള്ളുക മാത്രമല്ല ചെയ്യുന്നത്, അദ്ദേഹം നല്ലത് മാത്രമല്ല അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറയാം. അപ്പോൾ അതിനെ തള്ളുകയെന്ന് പറയണ്ട, തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടെ പറയുന്നു. ഒപ്പം നമ്മുടെ കുറവ് എന്താന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ കയറി അദ്ദേഹം പറഞ്ഞു, നമ്മളിപ്പോഴും സ്വതന്ത്രരല്ല. നമ്മൾ വിചാരിക്കുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഓക്കെ, രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഉണ്ട്, പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യം ഇപ്പോഴും അപൂർണമാണ്. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും പുതിയ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ ഫ്രീഡമാണ്. അത് നമുക്കില്ല. അമേരിക്കൻ കമ്പനികൾ വിചാരിച്ചാൽ നമ്മളെ ഇരുട്ടിലാക്കാൻ 1 മിനിറ്റ് മതി. അത് സത്യത്തിൽ ആരാ പറയേണ്ടത്? അതാണ് പ്രതിപക്ഷം പറയേണ്ടത്. പ്രധാനമന്ത്രി ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുന്നു, പിന്തുണക്കുന്നു. എന്നാൽ ഇനി നമ്മൾ ശ്രദ്ധ ഊന്നേണ്ടത് ഇത്തരം കാര്യങ്ങളിലാണ്, ടെക്നോളജിയിലാണ്. ടെക്നോളജി, സ്വദേശി സോഷ്യൽ മീഡിയ. ആ മുദ്രാവാക്യം മുഴക്കുന്ന ആരാ? നരേന്ദ്രമോദിയാണ് മുഴക്കുന്നത്. പ്രതിപക്ഷം ആവശ്യം അത്തരം ഡിമാൻഡുകൾ, ക്രിയേറ്റീവായ ഡിമാൻഡുകൾ ഉണ്ടാകുന്നില്ല. അതാണ് രണ്ടാമത്തെ ഒരു കുഴപ്പം. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ അധികാരത്തിൽ വരാനൊക്കെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പോലും സ്വപ്നത്തിൽ ഇന്ത്യ ഭരിക്കുക എന്ന സ്വപ്നമുണ്ടോ? അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ കെട്ടിവെക്കുന്ന ആരോപണമാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോലും അത്തരം ഒരു സ്വപ്നം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. സാധ്യവുമല്ല. സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മാവിൻ്റെ മണ്ടയിലൊരു മാങ്ങയുണ്ടെങ്കിൽ ഒരു തോട്ടിയോ ഏണിയോ എങ്ങനെയെങ്കിലും എത്തിപ്പിടിച്ചാൽ കിട്ടുമെന്ന് വിചാരിക്കുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ ഒരു കല്ലെറിഞ്ഞാലെങ്കിലും.
അങ്ങനെ യാതൊരു സാധ്യതയും ഇല്ലാത്ത കാലത്ത് എങ്ങനെ അദ്ദേഹം സ്വപ്നം കാണുക? അപ്പം അദ്ദേഹത്തിന് അത്തരം സ്വപ്നങ്ങളൊന്നും ഭയപ്പെടേണ്ടതില്ല. പക്ഷേ ഈ അദ്ദേഹം ജനാധിപത്യത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് മാറ്റണം. എനിക്ക് അദ്ദേഹത്തോട് ജനാധിപത്യ വിശ്വാസി എന്നുള്ള പറയാനുള്ളതാണ്. കൺസെപ്റ്റ് മാറ്റണം. കൺസ്ട്രക്റ്റീവായ ഒപ്പോസിഷനായി അദ്ദേഹം മാറണം. ക്രിയാത്മക പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അതാണ്. നല്ലതിനെ അംഗീകരിച്ചുകൊണ്ട് കുറവുകൾ ചൂണ്ടിക്കാണിക്കുക. അപ്പോഴാണ് ഗവൺമെൻറ് നേർവഴിക്ക് പോവുക. രണ്ടാമത്തെ കാര്യം, എതിർത്തുകൊണ്ടേയിരിക്കുക എന്ന പണിയല്ല അദ്ദേഹത്തിൻ്റെ പണി. മൂന്നാമത്തെ കാര്യം, അദ്ദേഹം രാജ്യം വിട്ടു പോകുമ്പോൾ, ധന്യ പറഞ്ഞൊരു പ്രശ്നം അതാണ്. രാജ്യം വിട്ട് പുറത്തെവിടെയെങ്കിലുമൊക്കെ പോയിട്ട് രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഏറ്റവും ചുരുങ്ങിയത് രാജ്യം വലിയ പ്രതിസന്ധിയിലകപ്പെടുമ്പോൾ, രാജ്യം അയൽപക്ക ശത്രു രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുന്നൊക്കെ സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് രാജ്യത്തിന് ദോഷം വരുത്തുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അത് അദ്ദേഹം പലപ്പോഴും ഓർക്കാറില്ല. വീണ്ടും വിചാരമില്ലായ്മ എന്നൊക്കെ പറയുന്ന അതാണ്. അത് ഓർക്കേണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു യുദ്ധം നടക്കുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്നുന്ന എല്ലാ ഇന്ത്യക്കാരുടെയും ബാധ്യത എന്താ? അപ്പം രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഗുണദോഷങ്ങൾ പിന്നെ ചർച്ച ചെയ്യാൻ പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ ഇദ്ദേഹം പറഞ്ഞോട്ടെ, മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, നമുക്ക് ഇന്ന വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് കേട്ടോ എന്ന് ചൂണ്ടിക്കാണിക്കാം. അത് വാർ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴല്ല. അപ്പം അങ്ങനെ ചില അബദ്ധങ്ങളെന്നാണോ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ വീണ്ടും വിചാരമില്ലായ്മയാണോ ബുദ്ധിശൂന്യതയാണോ എന്ന് നമുക്ക് പറയാൻ വയ്യ. എന്തായാലും ജനാധിപത്യത്തിൽ ഗുണകരമല്ലാത്ത ചില സ്വഭാവവിശേഷങ്ങൾ, പിന്നെ ഈ ഇവിടുത്തെ കേരളത്തിലെ ഇലക്ഷൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വാർത്ത വരാൻ എന്തെങ്കിലും വേണ്ടേ? എൻ്റെ ധന്യേ, എന്തെങ്കിലും പുതിയത് വേണ്ടേ? ഇവിടെ മാറി മാറി ഭരിക്കുന്ന ഗവൺമെൻറ്റുകളും ഇപ്പോൾ അവരോട് രണ്ട് മുന്നണികളോടും മത്സരിക്കുന്ന NDAയും ഒക്കെ മുന്നോട്ട് വെക്കാത്ത എന്തെങ്കിലും പുതിയ വാഗ്ദാനം വെക്കണ്ടേ? അതിന് വെച്ചതാണിപ്പോൾ. ആരെങ്കിലും കേട്ടോ ഇപ്പോൾ 10 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കാതെ ബസ്സിൽ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ ഏത് സ്ത്രീ പോയി വോട്ട് ചെയ്യും കേരളത്തിൽ? ആർക്ക് വേണം? ഇവിടെ 10 രൂപയ്ക്ക് എന്ത് വിലയുണ്ട്? എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു പിച്ചക്കാരൻ വന്നപ്പോൾ എൻ്റെ മോള് 10 രൂപ കൊണ്ട് കൊടുത്തു. അപ്പോൾ ആ പിച്ചക്കാരൻ എൻ്റെ ഇവിടെ കണ്ണിലിങ്ങനെ നോക്കും, വാങ്ങുന്നില്ല, അവന് പോലും 10 രൂപ വേണ്ട. ഇനി അതിൻ്റെ ഒരു തമാശ, അയാൾ അവസാനം പോയപ്പോൾ പറയാന്നറിയോ, മോദിക്കെതിരെയുള്ള വലിയ വിമർശനം പണ്ട് ഇവർ ചോദിച്ചാണല്ലോ. ഇത് ഇവിടുത്തെ നാട്ടുകാർക്കും പിച്ചക്കാർക്കൊക്കെ ഈവൻ പതുക്കെ ഇയാളെ ഈ മുഷിഞ്ഞ മുണ്ട് പൊക്കി കാണിച്ചു കൊടുത്ത്, കാശില്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്താൽ മതി മോളേന്ന്. ഇതാണ് ഈ നാട്. അപ്പോൾ ഈ നാട് എത്തിയത് എവിടെയാണെന്ന് പോലും ഇപ്പോഴും രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ അനുയായികളും പഠിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അവർ പഠിച്ചാൽ നല്ലത്, നമുക്കും നല്ലത്, അവർക്കും നല്ലത്. ഓക്കെ.